ഉൾപ്പെടെ കർണാടകയിൽ ഹിന്ദുത്വ സംഘങ്ങൾ സൃഷ്ടിച്ച ഭയത്തിന്റെ അന്തരീക്ഷം വലിയൊരു പരിധിവരെ ശാന്തമായ കാലമാണ് കടന്നുപോയത്. ഏതെങ്കിലും സാമുദായിക വിഷയം പൊക്കിക്കൊണ്ടുവന്ന് കത്തിക്കാനും വർഗീയ വിഷം തുപ്പാനും സംഘ് നേതാക്കൾ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തി രംഗത്ത് വന്നയാളാണ് പ്രിയങ്ക് ഖാർഗെ. സംഘ് നേതാക്കളോടെല്ലാം അദ്ദേഹം നേർക്കുനേർ ഏറ്റുമുട്ടി. ആ രാഷ്ട്രീയ വ്യക്തതയുടെയും ശൗര്യത്തിന്റെയും തുടർച്ച മാത്രമാണ് പ്രിയങ്കിന്റെ പുതിയ RSS വിരുദ്ധ പരാമർശങ്ങൾ. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്നും ED, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് അവരുടെ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തുമെന്നുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. RSS ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചെലവായ 300 കോടി രൂപയുടെ ഉറവിടം ചോദ്യം ചെയ്താണ് പ്രിയങ്കിന്റെ പരാമർശങ്ങൾ. ഭരണഘടനാ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസുബലയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു പ്രിയങ്ക് ഖാർഗെ.